പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചിഹ്നം ടിവിയോ മൊബൈലോ ആയിരിക്കും, ലാപ്ടോപ്പോ ആയിരിക്കും. അതിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടും, പിന്നെ നമ്മുടെ നെന്മാറ നിയമമണ്ഡലത്തിൽ എല്ലാവർക്കും തൊഴിൽ നൽകുന്നതിന്, എല്ലാവർക്കും തൊഴിൽ എന്ന് പറയുമ്പോൾ 5000 ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് ഇൻഡസ്ട്രീസ് ഏരിയ, പിന്നെ ലേത്ത് വർക്ക്ഷോപ്പ്, പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, IT മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടി 5000 ആൾക്കാർക്ക് 10 പഞ്ചായത്തിൽ ചെയ്യുമെന്നാണ് ഉറപ്പ് നൽകുന്നത്. ഇവിടെ 251 ആളുകൾക്ക് ഹെൽത്ത് നേഴ്സ് 200 ആൾക്കും സുപ്രീം കോടതി വിധിയുണ്ടായി. അന്ന് ശങ്കരൻ മിനിസ്റ്റർ ആൻ്റണി മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ 200 ആൾക്ക് ഹെൽത്ത് നേഴ്സ് കൊടുക്കുകയുണ്ടായി. സുപ്രീം കോടതി വിധി കേരള മന്ത്രിസഭ കൂടി അന്ന് ആൻ്റണി മന്ത്രിസഭയിൽ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 51 ആളുകൾക്ക് ആശാ വർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, എംപ്ലോയ്മെൻറ്റ് മുഖാന്തരം KSRTC എംപാനൽ എന്നിവയെല്ലാമായിട്ട് 51 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയുണ്ടായി. പിന്നെ അത് മൊത്തം 251 ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഗൃഹശ്രീ പദ്ധതി പ്രകാരം 4056 വീട് കേരള സംസ്ഥാനത്തിൽ 14 ജില്ലകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. കേരള മന്ത്രിസഭയിൽ പിണറായി വിജയൻ സർക്കാർ 2016 അപേക്ഷ നൽകിയവർക്ക് 16 ശേഷം ഉമ്മൻചാണ്ടി ഭരിച്ചിറങ്ങിയതിന് ശേഷം തന്നില്ല. അത് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി 2019, 20 കാലഘട്ടത്തിൽ 19 അപേക്ഷ കൊടുക്കുകയും 20 പിന്നെ പാസ്സാവുകയും ചെയ്തു. 4056 ആൾ വിവരാവകാശ നിയമപ്രകാരം തിരുവനന്തപുരത്ത് അപേക്ഷ കൊടുത്ത് കൊറോണ സമയമായതുകൊണ്ട് വീഡിയോ കോൺഫറൻസിൽ കൂടെയാണ് നടത്തിയത്. പിന്നെ ഒലവക്കോട് പിന്നെ ഹൗസിംഗ് ബോർഡ് ഓഫീസ്, ഗൃഹശ്രീയുടെ ഹൗസിംഗ് ബോർഡ് ഓഫീസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചത്. ആ ഫണ്ട് അനുവദിച്ചാൽ കൊറോണ കാലത്ത് വീഡിയോ കോൺഫറൻസിൽ കൂടെ അപേക്ഷ കൊടുത്ത് 4056 ആൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലയ്ക്കും കൊടുത്തത്. ഇത്രയും വലിയൊരു നേട്ടം ചെയ്ത ആൾക്കാണ് സീറ്റ് തരാതെ ഒരു കാശ് വാങ്ങി സീറ്റ് കൊടുക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും രാപകലല്ലാതെ പണിയെടുക്കുകയും ചെയ്ത ആളാണ് ശങ്കരനാരായണൻ എന്ന ഞാൻ. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം നമ്മളെ യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ അത് നമ്മളെ കരിമ്പൻ ചണ്ടി പോലെ വലിച്ചെറിയുന്ന പരിപാടിയാണ് ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ മേലധികാരികളല്ല ചെയ്യുന്നത്. ഇവിടെ താഴെ തട്ടിലുള്ള ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. പലതരത്തിൽ നമ്മളെ ഒരു കാര്യം ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം 2021 എന്നെ അന്ന് 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് തന്നു. എനിക്ക് സീറ്റ് വേണ്ട പറഞ്ഞു. അന്ന് TV മൊബൈൽ കൊടുത്ത് 424 ഷുഗറായിരുന്നു എനിക്ക്. TV മൊബൈൽ കൊടുത്ത സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ഡിസെഞ്ചറി ബാധിച്ച് 424 ഷുഗറുള്ള ആളിനെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് കിടത്തി. 4 ദിവസം അവിടെ പോയി ചികിത്സ ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് അന്ന് പിറ്റേ ദിവസം പിന്നെ വോട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി 2:30 വരെ കോൺഗ്രസ് പ്രവർത്തകർ എന്നെ പിടിച്ചു നിർത്തി. അവിടെ നമ്മുടെ ആശുപത്രിയിൽ ജോബിൻ ജോസിനടുത്ത് ഇടുപ്പിലൊരു ഇഞ്ചക്ഷൻ തന്ന് നേരം വെളുക്കുമ്പോൾ എന്നെ എണിപ്പിക്കാതെ, എൻ്റെ ഭാര്യയെ എണിക്കാൻ പറയാതെ അയാളെ എണിപ്പിക്കേണ്ട, അയാളവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് 2021 ഞാൻ തോറ്റത്. ഇപ്പോൾ ഇവിടെ എപ്പോഴെല്ലാം തോറ്റിട്ടുണ്ടോ അപ്പോഴെല്ലാം കള്ളോട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ 1:30 എണിച്ച് പല്ല് തേച്ച് പോകുമ്പോഴേക്കും അവിടുത്തെ പോളിങ്ങും എല്ലാം കഴിഞ്ഞു, സമാധാനമില്ലാതെ. പിന്നെ നമ്മുടെ ഹുസൈൻ എന്നൊരാൾ ഇപ്പോൾ നിരന്തരം എന്നെ ചൂഷണം ചെയ്യുകയാണ്. അത് അവസാനിപ്പിക്കണം. ഈ ഹുസൈൻ എന്ന ഒരാൾ അനാവശ്യമായിട്ടുള്ള അസഭ്യവർഷങ്ങൾ ചൊരിയുകയാണ്. ഒരു 100-150 എണ്ണമുള്ള അസഭ്യവർഷം കമാൻഡ് ബോക്സിൽ ബെഡിൽ കിടന്നിട്ടാണ് ഇയാൾ എനിക്കെതിരെ നീങ്ങുന്നത്. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ പോലീസിൽ പെറ്റീഷൻ കൊടുത്ത് ആ കമാൻഡ് ബോക്സിൽ വന്ന അനാവശ്യ വർഷം അവസാനിപ്പിക്കണമെന്നും ഇനിമേലാൽ അത് ചെയ്യരുതെന്നും പറഞ്ഞ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ചെയ്യുമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.